ഹലോ കൂട്ടുകാരെ, ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു വെൽക്കം ടു പറഞ്ഞു കേട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഹലോ കൂട്ടുകാരെ, ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു വെൽക്കം ടു അവർ അവർ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ. സൗണ്ടിൽ പറയും. ഹലോ കൂട്ടുകാരെ, ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ അവർ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് കിട്ടില്ല. സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കൺ, അടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയ അച്ചവാ? ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയ? ചിരിച്ചുകൊണ്ടിരിക്കണം വീഡിയോയിൽ മൊത്തം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടാറ്റു ചെയ്യുമല്ലോ. ഇപ്പം പണ്ടത്തെ ആൾക്കാർ അതേപോലെ ടാറ്റു അല്ല, അവർ പറയുന്നത് പച്ച കുത്തുക എന്നാണ് അല്ലേ? അപ്പൊ അച്ഛമ്മ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണേ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണേ അല്ലേ? കാണിച്ചു കൊടുക്കമ്മ. എനിക്ക് ഞാൻ പറയാം ആദ്യം. ഇതാണ് അച്ഛമ്മ പണ്ട് എത്ര വർഷമായമ്മ? ഒരുപാടായി. എന്നാലും ഒരു 50-60 വർഷമായി ഉണ്ടാകാൻ. 50-60 വർഷം മുന്നേ ചെയ്താണ് ഈ ടാറ്റു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ നമ്മൾ മറ്റേ സിറിഞ്ചൊന്നും വെച്ചിട്ടല്ലേ. ഇതൊന്ന് നാരങ്ങന്റെ മുള്ള അല്ലമ്മ, നാരങ്ങന്റെ മുള്ള് വെച്ചിട്ടാണ് ഇത് കുത്തിയത്. ഇതൊരു ടാറ്റു ചെയ്താണ് അച്ഛമ്മ. പച്ച കുത്തിയതാണ് പണ്ട്. വേറെ കയ്യിൽ കാണിച്ചേരി. ഇത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. തിരിച്ച് അയ്യോ, ഇത് കിളിക്കൊക്ക്. ഞാൻ ഫോട്ടോ എടുത്ത് ഇവിടെ ഒട്ടിക്കാട്ടോ. അപ്പൊ ഇതിന്റെ കഥയാണ് ഇപ്പൊ പറയാൻ പോണത്. അച്ഛമ്മ ഇത് എത്ര വർഷം മുന്നേ കുത്തി? ഈ ടാറ്റുവിന്റെ കഥയാണ് ആൾ പറയാൻ പോണത്. ഇതെപ്പോ കുത്തിയതാണ്? കുത്തിയത് ഒരു 80 വർഷം മുന്നേ കുത്തിയതാണ് ഗൈസ് അല്ലേ? നാരങ്ങന്റെ മുള്ളുകൊണ്ടാണ് പണ്ടുള്ളവര് പച്ച കുത്തിയത് അല്ലേ? നമ്മൾ ശരിക്കും ഈ പച്ച കുത്തുന്ന എന്തിനാന്ന് വെച്ചാൽ പണ്ടുള്ളവരുടെ അച്ഛമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നല്ലേ? അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഈ പച്ച കുത്തിയിട്ട് പോണേന്നാണ് അച്ഛമ്മ പറയണത് അല്ലേ? അമ്മ പറയും എന്താ കഥ? നിങ്ങൾ എന്തുകൊണ്ടാണ് പച്ച കുത്തിയത് പണ്ട്? വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ പറയണ്ട. ഇവർക്ക് പറയുന്ന പോലെ കണ്ണ് തുറക്കുകയും പൂച്ചനെ പോലെ. ഇത് കുളം, ഇത് താമര, ഇത് കാണിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് കുളം അല്ല താമര, ഇത് താമര, ഇത് കുളം, കുളം, പിന്നെ ഇത് കിളിക്കൊക്ക്. അപ്പൊ ഈ കിളിക്കൊക്ക് കുത്തിയ കഥ ആളുടെ ഭയങ്കര വിഷയമാണ്. ഇതെങ്ങനെയാ കുത്തിയത്? അച്ഛമ്മയ്ക്ക് ഒരു ഫ്രണ്ടില് കുഞ്ചുമ്മന്റെ കൂടെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, അച്ഛമ്മന്റെ ഒരു ബെസ്റ്റ് കൂട്ടുകാരി ആ കുഞ്ചുമ്മന്റെ കൂടെ കുത്തിയ കഥയാണ്. ആള് കാണുന്ന പോലെ അല്ല, കാണുമ്പോൾ ക്യൂട്ടായി തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല. പണ്ടത്തെ വലിയ വില്ലിയായിരുന്നു. ഇത് കുത്തിയ കഥ അച്ഛമ്മ പറയും. ഈ കിളിക്കൊക്കെ കുത്തിയ കഥ പറയുമ്പോ എത്ര വർഷം മുന്നേ ആണത്? ഇതൊക്കെ ഒരുപാട് വർഷം മുന്നേ. 90 10 വയസ്സാകുമ്പോ കുത്തിയതാണ്. 10 വയസ്സാകുമ്പോ കുത്തിയത്. ഇത് കുത്തിയ കഥ പറയും. ഇത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അതേ ചങ്ങാതിന്റെ അവിടെ പോയി. കണ്ണു തുറക്കി. ചങ്ങാതിന്റെ പേരെന്താണ്? ചങ്ങാതിന്റെ പേരൊക്കെ മറന്നറിയും. കുഞ്ചുമ്മയല്ലേ? ഒരു കുഞ്ചുമ്മയാ തോന്നുന്നു അല്ലേ? ആളുടെ കൂടെ ചങ്ങാതി പോയിട്ട് പച്ച കുത്താൻ പോയി. പച്ച കുത്താൻ കാശ് കൊടുക്കാൻ വഴിയില്ല. ഞാൻ പറയാം. അപ്പൊ ഇവര് വേറെ അച്ഛമ്മയുടെ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയി. പാടത്ത് പണി ചെയ്യുന്ന ആൾക്കാരാണ്, കർഷകരാണ്. അപ്പോൾ ഒരു പച്ച കുത്തുന്ന ഒരു അമ്മ വന്നപ്പം അച്ഛമ്മയ്ക്കും അച്ഛമ്മന്റെ കൂട്ടുകാർക്കും പച്ച കുത്താൻ ഒരു ആഗ്രഹം. പക്ഷെ പണ്ടുള്ള നമ്മൾ കണ്ടിട്ടില്ല, പൈസയല്ല കൊടുക്കുന്നത്. പകരം നമ്മൾ അരിയോ നെല്ലോ എന്തെങ്കിലും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അച്ഛമ്മയുടെ കൂട്ടുകാരി കുത്തിയപ്പോ അച്ഛമ്മയ്ക്ക് ആഗ്രഹം പച്ച കുത്താൻ. അപ്പൊ അച്ഛമ്മ ബാക്കി പറയും. അപ്പൊ പച്ച കുത്തിയിട്ട് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ അച്ഛമ്മ എന്താ ചെയ്തേന്നുള്ളതാണ് പറയണത്. പറയാ അച്ഛമ്മ, ഇവർക്ക് പറഞ്ഞു കണ്ണടച്ചിരിക്കണ്ട. എന്താ ചെയ്ത്? കുഞ്ചമ്മന്റെ വീട്ടിൽ പോയി അത് ഇവരടുത്ത് പറയും. അരി എടുത്തിട്ട് വന്ന് അതെങ്ങനെ അരി എടുത്ത? ആളില്ലാത്ത വീട്ടില് മച്ചെന്ന് പറയും നമ്മൾ. അതായത് പണ്ടുള്ള വീട്ടില് നമ്മള് മച്ചെന്ന് പറയും. മച്ചിലാണ് നമ്മൾ നെല്ലൊക്കെ വെക്കുന്നത്. അപ്പൊ ആള് അച്ഛമ്മ കാണുന്ന പോലെയല്ല, വീട്ടിൽ കയറിയിട്ട് വീട് കവിച്ചു വെച്ചു. അതായത് പൂട്ടിയിട്ട വീടിന്റെ മേലെ ഓടിന്റെ സൈഡ് കൂടെ ചാടിയില്ലേ?
അങ്ങനെ പറഞ്ഞു കൊടുക്കാമോ നിങ്ങൾക്കെല്ലാം? ചോറ് കൈരിയിട്ട് ചോറ് ചാടി മറിഞ്ഞ് ഉള്ളിൽ പോയി അരി എടുത്തു. അരി എടുത്തു എന്ന് പറയണ്ട, അരി മോഷ്ടിച്ചു. അരി മോഷ്ടിച്ചു. ചങ്ങാതി പിടി പോയി മോഷ്ടിച്ചു. അത് ചങ്ങാതി അച്ഛമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ അച്ഛമ്മയുടെ ഒരു ബുദ്ധി ആലോചിക്കണം, സ്വന്തം വീട്ടിൽ പോയില്ല, കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് അരി മോഷ്ടിച്ചു. എന്നിട്ട് അരി കൊടുത്ത് പച്ച കുത്തി. ആ അരി കൊടുത്തിട്ടാണ് അച്ഛമ്മയുടെ കയ്യിൽ പച്ച കുത്തിയത്. അപ്പൊ ആലോചിച്ചു, ഈ മുതല് കണ്ടാ പറയോ സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കാതെ ആൾക്ക് കുത്താൻ. അയ്യോ, പിന്നെ കൊടുത്തു. ഒന്നുമില്ല, ഇത് ഞാൻ കുറെ കേട്ടിട്ട് കഥയാണ്. അപ്പൊ ആളുടെ വീട്ടിൽ നിന്ന് കൊടുക്കാണ്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി മച്ച് ചാടി, അതായത് വീടിന്റെ ഓട് കവിച്ച് വെച്ച് അരി എടുത്തിട്ട് ആ പച്ച കുത്തുന്ന അമ്മയ്ക്ക് കൊടുത്തിട്ട് കുത്തിയ പച്ചയാണിത്, കിളിക്കൊക്ക്. ഇല്ലമ്മ, എത്ര ദിവസം വേദന ഉണ്ടായിരുന്നു? എത്ര ദിവസം? മതി, ടയർ. നിങ്ങൾ വീട് എടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെല്ലാം സെറ്റാക്കിയത്. കൊറേ ദിവസം വേദന ഉണ്ടായിരുന്നു. ഈ പച്ച കുത്തുന്നത് എന്തിനാണ്? ഈ കഥ എന്താ ശരിക്കും? പച്ച കുത്തുന്നത് സൗണ്ടിൽ പറയാം. പച്ച കുത്തുന്നത് ചന്തത്തിന് വേണ്ടിയിട്ട് ചത്തു പോകുമ്പോ കൊണ്ടുപോകുമ്പോ ഒന്നും തരില്ല, ചൊത്തും മുതലും ഒന്നും തരില്ല. ഈ പച്ച മാത്രം പിടിച്ചു വലിക്കില്ലല്ലോ. അപ്പൊ പോകുമ്പോ എന്താണ് പച്ച? ഒരു കിളിക്കൊക്ക്, ഒരു താമര, ഒരു തേര് കുത്തി ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ. ഇത് തന്നെ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഒക്കെ അവർ ഊരിയെടുക്കും. പോകുമ്പോ ഒക്കെ ഊരി. ഇത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണെന്നാണ് പറയണത്. അവരുടെ ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ കഥ എന്താന്ന് കമന്റ് ചെയ്യാം അല്ലേ? അത് പറയച്ചമ്മ, നിങ്ങളുടെ നാട്ടിലെ കഥ എന്താന്ന് കമന്റ് ചെയ്യാൻ പറയും. നിങ്ങളുടെ നാട്ടിലെ പച്ച കുത്തുന്നതിന്റെ കഥ എന്താന്ന് കമന്റ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ചിരിച്ചിട്ട് പറയണം അച്ഛമ്മ. വീഡിയോ നിങ്ങൾ എന്താ പറയാത്ത? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. അച്ഛമ്മ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അച്ഛമ്മയ്ക്ക് പ്രാന്തായിട്ടാണ്. പക്ഷെ അല്ല, കുറെ പേർക്ക് ഇഷ്ടമാണ് അല്ലേ അമ്മ? ഇങ്ങനെ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ?